സ്ട്രെയിറ്റ് ചെയ്ത പോർഷൻ, ഇത് ചെയ്യാത്ത തന്നെ നാച്ചുറൽ ഹെയർ ആണ്. ലെങ്ത്തിൽ വന്നിട്ടുള്ള ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇത് ഇത്രയും വന്നിട്ടുണ്ട്. ഇത് കേളി ആയിട്ട് കയറിയോണ്ട് ഈ ഒരു ലെങ്ത്തിലേ ഉള്ളൂ. അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രെയിറ്റ്നറിൻ്റെ ആണ്. ഇതിപ്പോൾ ഞാൻ ഇന്ന് വാഷ് ചെയ്തതാണ്, ഹെയർ വാഷ് ചെയ്തു. അപ്പം ഇതിൻ്റെ നാച്ചുറൽ എൻ്റെ ആ ടെക്സ്ചറൊക്കെ നാച്ചുറൽ ആട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഒറിജിനൽ ഹെയർ എന്ന് പറഞ്ഞാൽ ബിഫോർ സ്ട്രെയിറ്റനിങ്. ഓക്കെ, ഇനി നമുക്ക് ആ പ്രൊഡക്റ്റ് കാണാം ഏതാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രഷ് ടൈപ്പ് സ്ട്രെയിറ്റ്നർ ആണ്, അഗാരോൻ്റെ ആണ്. ഇതിപ്പോൾ ഞാൻ ഏകദേശം 1.5 years ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റിംഗ് അല്ല, നമ്മുടെ ഹെയർ അത് ചിലപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ടൈപ്പ് അനുസരിച്ചിരിക്കും. പിന്നെ ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിക്കാറില്ല, ജസ്റ്റ് ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ അടിക്കും. അതിനുശേഷം സ്ട്രെയിറ്റ് ചെയ്തിട്ട് സെറ്റിംഗ് സ്പ്രേ അടിക്കാറില്ല, ചിലപ്പം അതായിരിക്കും ലാസ്റ്റ് ചെയ്യാത്തത്. ഞാൻ ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ബ്രഷ് ടൈപ്പാണ്, അപ്പം നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ചുമ്മാ ചീപ്പ് വെച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈസിയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ കോഡ് വന്ന് ഇങ്ങനെയാണ്. അപ്പം മറ്റേ കെട്ട് വീഴത്തില്ല. ഇനി നമ്മളിത് ഓൺ ആക്കാൻ വേണ്ടി ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാക്കുക ഇത്രയും ഹീറ്റ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന സംഭവമാണ്. നമുക്കിത് കൂട്ടാം. അപ്പം ഞാൻ കൂട്ടി, ഇതിപ്പോൾ ഞാൻ ഫുള്ളിലായിട്ടേക്കുന്നത്. ഇപ്പം ഇത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കണ്ടോ, കുറച്ച് പോരാ. ഇപ്പം ഞാൻ ഇത് ഹാഫ് പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. പുകയൊക്കെ വന്നു തുടങ്ങി. ഞാൻ ടെമ്പറേച്ചർ കുറച്ചൊന്ന് കുറച്ചിട്ടോട്ടെ. ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ അടിച്ചിട്ടേക്കുക. നമുക്ക് എന്നിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, ചെയ്തതും ചെയ്യാത്തതും തമ്മിലുള്ള ആ വ്യത്യാസം എന്തോരം ഉണ്ടെന്നുള്ളത്. ഞാൻ കുറച്ച് പോർഷൻ എടുത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. എത്രത്തോളം സെക്ഷൻ തിന്നാക്കി ചെയ്യുന്നോ അത്രയും നന്നായിട്ട് നമുക്ക് കിട്ടും. ഞാൻ സാധാരണ ഇങ്ങനെ അല്ലാട്ടോ ചെയ്യുന്നത്, ഞാൻ ബാക്കിൽ നിന്നാണ് ചെയ്ത് തുടങ്ങുന്നത്. ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഇത് ചൂട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങനെ പൊള്ളണ കൈൻഡ് ഓഫ് സാധനം നമ്മുടെ കയ്യിലോട്ട് അടിക്കില്ല. അപ്പോൾ ഗ്ലൗസ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം ഗ്ലൗസ് കിട്ടിയില്ല കേട്ടോ. ഇത് കണ്ട ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ആ കൊടുക്കുന്ന പ്രഷർ അനുസരിച്ചാണ് ആ ഒരു സ്ട്രെയിറ്റനിങ് സാധനം വരുന്നത്. അപ്പോൾ കുറച്ച് സെക്ഷൻ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കിത് ഓഫ് ചെയ്യാം. ഇത്രയും കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും മതി. അപ്പം ഓഫ് ചെയ്യാൻ വേണ്ടി ഈ പവർ ബട്ടൺ തന്നെ ഓഫ് ചെയ്യാന്നുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ചെയ്ത പോർഷൻ. നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ലെങ്ത്ത് കൂടുതലാക്കിയിട്ടുണ്ട്, കാരണം ഇവിടെ നല്ല കയറിയിരിക്കുക കേളി ആയതുകൊണ്ട്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക, താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കുക.